ഹായ് ഓൾ, റെയിൻ ദിസ് സൈഡ്. ആക്ച്വലി ഞാനിപ്പോൾ നിൽക്കുന്ന ഫോറെവറിന്റെ മാനേജർ ട്രീറ്റ്മെന്റ് ഇൻസെന്റീവ് സർപ്രൈസ് ഇൻസെന്റീവ് പ്രോഗ്രാമാണ്. ശരിക്കും മാനേജേഴ്സ് ആയ ആൾക്കാർക്ക് കൊടുക്കുന്ന സർപ്രൈസ് ട്രിപ്പാണ്. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് ചെന്നൈയിലാണ്. ചെന്നൈയിൽ ലീല പാലസ്. ഫോറെവർ ഫേക്കാണ്, F03 ഫേക്കാണ് പറയുന്ന ആൾക്കാരുണ്ട്. ഫോറെവർ ഇവിടെ ഹാർഡ് വർക്ക് ചെയ്ത് മാനേജേഴ്സും അതിന് മുകളിലുള്ള ഇൻസെന്റീവ് ക്വാളിഫൈ ചെയ്തവർക്ക് കമ്പനി കൊടുക്കുന്ന ലൈഫ് സ്റ്റൈൽ എന്താണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ നിൽക്കുന്ന ലീല പാലസാണ്. ഫോറെവർ എനിക്ക് നമുക്ക് തന്ന ലൈഫ് സ്റ്റൈൽ എന്താണെന്ന് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. സ്വീറ്റ് 112 ആണ് നമ്മുടെ നമ്പർ. നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഈ ഒരു വാൻ ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് വിശാലമായിട്ടുള്ള ഡ്രസ്സിംഗ് റൂം, വാഷ്റൂമോട് ചേർന്ന് നിങ്ങൾക്ക് ഗാർഡനൊക്കെ. അവിടെ നിന്ന് കഴിഞ്ഞാൽ പറയും ഇവിടെ നമ്മുടെ സിറ്റിംഗ് റൂംസ് ഒക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ സ്ഥലം. ഇതിൽ ഫോക്കസ് ചെയ്താൽ കണ്ടാൽ അറിയാൻ പറ്റും നമ്മുടെ ബീച്ച്, മെറീന ബീച്ചാണ് കാണുന്നത്. നമ്മുടെ ബെഡ് സ്പേസ് ആണ്. ആക്ച്വലി ഞാൻ എന്തുകൊണ്ടാണ് ഇത് കാണിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതെന്താ പ്രോഗ്രാം എന്ന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഇത് മാനേജർ റിട്രീറ്റ് എന്ന് പറയും. അതായത് ഫോറെവറിലെ മാനേജേഴ്സിന് അബവ് ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാര് അവര് ഹാർഡ് വർക്ക് ചെയ്ത് കമ്പനി പറയുന്ന അവർ ഇൻസെന്റീവ് ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ കമ്പനിയുടെ സർപ്രൈസ് ഡൊമസ്റ്റിക് ട്രിപ്പാണ് ഇത്. ആക്ച്വലി ഇത് ഓരോ വർഷം ഓരോ സ്പോട്ടിലോട്ടായിരിക്കും വരുന്നത്. ഇന്ത്യയിലുള്ള ഡൊമസ്റ്റിക് സർപ്രൈസ് ട്രിപ്പ് അത് എങ്ങോട്ടാണെന്ന് നമുക്ക് പോലും പെട്ടെന്ന് അറിയില്ല. തലേ ദിവസം മാത്രമേ അറിയുള്ളൂ. ഞാൻ കഴിഞ്ഞ 3 വർഷം ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തിയാണ് ദീപാനുഗ്രഹം കൊണ്ട്. ആദ്യ പ്രാവശ്യം ഞങ്ങൾ പോയത് ഗോവയിലോട്ടായിരുന്നു. ITC ഗ്രാൻഡ് ഗോവ എന്ന് പറഞ്ഞ ഹോട്ടലിലായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് ബാംഗ്ലൂരായിരുന്നു. ബാംഗ്ലൂർ ലീല പാലസിലായിരുന്നു കഴിഞ്ഞ വർഷം പോയത്. ഈ വർഷം വന്നിരിക്കുന്നത് ചെന്നൈയിലാണ്. ചെന്നൈ ലീല പാലസിലാണ്. ഞാൻ നിങ്ങൾ കണ്ടു കാണും ഫോറെവർ നമുക്ക് ഇവിടെ തരുന്ന ലൈഫ് സ്റ്റൈൽ. ഇവിടെ ഞാൻ മാത്രമല്ല, ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള മാനേജേഴ്സ് മീൻസ് ഈ ഇൻസെന്റീവ് പ്രോഗ്രാം ക്വാളിഫൈ ചെയ്ത മാനേജേഴ്സ് അറ്റൻഡ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. ഇത് തന്നെ 3 ലെവലായിട്ടുണ്ട്. ലെവൽ 1, ലെവൽ 2, ലെവൽ 3. ഇപ്പൊ ലെവൽ 2, ലെവൽ 3കാർക്കൊക്കെ ഒരാളെ കൂടെ എക്സ്ട്രാ കൊണ്ടുവരാൻ പറ്റും. പിന്നെ ലെവൽ 3കാർക്ക് ഇതിനേക്കാൾ കുറച്ചുകൂടി വലിയ ഫെസിലിറ്റി ഉള്ള പ്രോപ്പർട്ടി ഒക്കെ ആയിരിക്കും കമ്പനി കൊടുക്കുന്നത്. ഈ വർഷം തരുന്നത് നമ്മുടെ ആക്ച്വലി ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്നും നമ്മുടെ ടീമിന്റെ F03 ആൾക്കാരുണ്ടെന്ന് എനിക്ക് പ്രൗഡ്ലി പറയാൻ പറ്റും. ആക്ച്വലി ഞാൻ എന്തുകൊണ്ട് കാണിച്ചെന്ന് വെച്ചാൽ നമ്മളിത് മനസ്സിലാക്കാം. കാരണം ഫോറെവറിനെ കുറിച്ച് ഇപ്പൊ നെഗറ്റീവ് പറയുന്നുണ്ട്, F03 ഫേക്കാന്ന് പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഞാൻ മുമ്പ് ഒരു വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 1 മാസം മുമ്പാണെന്ന് പറഞ്ഞു. ഞാൻ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. F03 ഫേക്കാണ്, ഫോറെവർ ഫേക്കാണ്. ഫേക്ക് ആയിട്ടൊരു കമ്പനി ആണെങ്കിൽ, ഫേക്ക് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ ഇതിനൊരു ഡേ ഒരു നൈറ്റ് ഞങ്ങളിവിടെ തൊട്ടടുത്ത് മലയാളി പിള്ളേര് ജോലിയാണ് ഞങ്ങൾ കണ്ടു. അവര് ഹോട്ടൽ മാനേജ്മെന്റ് ഇവിടെ പ്രാക്ടീസ് ട്രെയിനേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവരാ. അവര് പറഞ്ഞു ഇത്ര വലിയ ഓപ്പർച്യൂണിറ്റി, ഇത്ര വലിയൊരു ഇതൊന്നും ആരും ഒരാൾക്ക് ഇത്ര വലിയ റൂമൊന്നും എടുത്ത് ആരും തരില്ല. ആർക്കും സാധാരണക്കാർക്ക് പറ്റില്ല. 10,000 മേലാണ് അതിലൊരു ദിവസം വാടക എന്ന് ഇവർ പറയുന്നത്. അതിന് ഇവർ പറഞ്ഞു ഇവിടെ തരുന്ന ഫെസിലിറ്റീസ് ഇനി അടുത്തൊരു 2 nights 3 days ഞങ്ങൾ ഇവിടെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇത് ഫുൾ കമ്പനി പേടായിട്ടാണ്. 5 പൈസ എന്റെ ഇത് പോയിട്ടില്ല. ഞാൻ മാത്രമല്ല, എന്റെ ടീമിൽ ഒരുപാട് മാനേജേഴ്സ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഹൗസ് വൈഫ്സ് ക്വാളിഫൈ ചെയ്തവരൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സ് ഉണ്ട്. ഒരുപാട് പേരുണ്ട്. ഈ ഓപ്പർച്യൂണിറ്റിയിൽ കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇത് പറ്റുക. ഇതൊന്നും വെറുതെ കിട്ടുന്ന ഒരു കാര്യമല്ല. ഇപ്പൊ നിങ്ങള് ചിലവര് പറയാറുണ്ട് ഇത് നമുക്ക് ഇത് എല്ലാവർക്കും പറ്റുന്നതല്ല. ശരിക്കും എല്ലാവർക്കും പറ്റുന്ന പരിപാടിയില്ല. ശരിക്കും ഫോറെവറിനെ സംബന്ധിച്ച് നമുക്ക് ഏതൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിൽ വരുമ്പോൾ അതിനകത്ത് പോസിറ്റീവ് കാണാനും നെഗറ്റീവ് കാണാനും ആൾക്കാരുണ്ട്. നമ്മൾ പോസിറ്റീവ് കണ്ട് ഇത് എന്താണ്, ഇത് എന്തുകൊണ്ടാണ് നമ്മൾ കണ്ണടച്ച് ഇട്ടാക്കാൻ നോക്കി കഴിഞ്ഞാൽ ഇട്ടാകില്ല. ഫോറെവറിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു 23 വർഷമായൊരു കമ്പനിയാണ്. പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയോ, കേരളത്തിൽ നിന്ന് F03 മാത്രം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ഇൻസെന്റീവ് ക്വാളിഫൈ ചെയ്ത്. അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും നമ്മുടെ ടീം വഴി നമ്മുടെ സിസ്റ്റം യൂസ് ചെയ്ത് ബിസിനസ് ബിൽഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇനി ഞാൻ മുമ്പ് പറഞ്ഞ അതേ പോയിന്റിലോട്ട് വരണേ. F03 ഫേക്ക് ആണെങ്കിൽ കമ്പനി ഒരിക്കലും ഇത് ക്വാളിഫൈ ചെയ്യിപ്പിക്കില്ല. എന്നെ ഉൾപ്പെടെ ഞാൻ പോലും ഇവിടെ നിൽക്കില്ല. F03 ഫേക്ക് ആണ് അല്ലെങ്കിൽ ഫോറെവർ ഫേക്ക് ആണ് അല്ലെങ്കിൽ ഫോറെവർ ഫേക്ക് അല്ല F03 ഫേക്ക് ആണെന്ന് പറയുന്ന ആൾക്കാരുടെ
ഒന്നുകൂടി പ്രൂഫ് ആയിട്ട് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ തരുന്നത്. അപ്പൊ ആക്ച്വലി നിങ്ങൾ കമ്പനിയെ കുറിച്ച് മനസ്സിലാക്കുക, ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കുക, ഇത് എന്താണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടതും അത് തന്നെയായിരുന്നു. കാരണം മറ്റുള്ളവർ നെഗറ്റീവ് പറഞ്ഞ് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് മാത്രമേ നഷ്ടം വരുള്ളൂ. ഇത് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്തും, ഞാൻ 2018 ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്തും എന്റെ അടുത്ത് ഒരുപാട് നെഗറ്റീവാണ്, ഇത് നടക്കൂല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ആ പറഞ്ഞ ആൾക്കാർ ഇപ്പൊ സ്വാഭാവികമായിട്ട് അവര് ഭയങ്കരമായിട്ട് ഫോറെവറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ കൺസ്യൂമറായി മാറിയിട്ടുണ്ട്, ചിലർ ബിസിനസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മളെ സംബന്ധിച്ച് ഈ ഓപ്പർച്യൂണിറ്റി, കാരണം ഫോറെവർ എന്തുകൊണ്ട് ഇത്രയും ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് തരാൻ പറ്റുന്നറിയോ? ഇതിന് അഡ്വർടൈസ്മെന്റ് ഇല്ല. ഫോറെവറിനെ സംബന്ധിച്ച് അഡ്വർടൈസ്മെന്റ് ഇല്ല. നിങ്ങൾക്ക് വേറെ ഏതൊരു ട്രഡീഷണൽ ബിസിനസ് എടുത്തു, ഞാൻ ഇപ്പൊ പറയാം കോൾഗേറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കാം, ഇവിടെ ഒരുപാട് കമ്പനികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ഇത് ടെയിൽസ് അല്ലെങ്കിൽ അത് ഇതെന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമ്പനികൾ നിങ്ങൾക്ക് കാണാം, അമൂൽ, ഇതൊക്കെ ട്രഡീഷണൽ ബിസിനസിന്റെ ഭാഗം. നെസ്കാഫെ, ഇതൊക്കെ ട്രഡീഷണൽ ബിസിനസിന്റെ ഇതാണ്. ഈ ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാവേ. ഈ നെസ്കഫെ എന്ന് പറഞ്ഞ ഈ ഒരു പ്രൊഡക്റ്റ്, ഇത് ഹോൾസെയിലർ ഉണ്ടാവും, റീറ്റെയിലർ ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ അഡ്വർടൈസ്മെന്റ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ വഴിയാണ് ഈ പ്രൊഡക്റ്റ് നമ്മളിലോട്ട് എത്തുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എനിക്കും നിങ്ങൾക്കും റോൾ ഇല്ലാത്ത വലിയ അഡ്വർടൈസ്മെന്റ് ആൾക്കാർക്കും അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സ് റീറ്റെയിലേഴ്സിനാണ് തന്നെ. ഫോറെവറിനെ സംബന്ധിച്ച് ഇപ്പൊ ഫോറെവറിന്റെ പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് കൊണ്ട് കാണിച്ചു തരാം. ഇത് നമുക്ക് ഫോറെവറിൽ നിന്ന് കിട്ടിയ ഒരു കിറ്റാണ്, മാറ്റി വയ്ക്കാതെ. ഫോറെവറിൽ നിന്ന് കിട്ടിയൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഫാബ്. ശരിക്കും പറഞ്ഞാൽ ഈ ഫാബ് ഇത് നമ്മുടെ എനർജി ഡ്രിങ്ക് ആണ്, നാച്ചുറൽ കഫീനാണ്. ഒരുപാട് പവർ ഡ്രിങ്ക്, അത് പെപ്സി അല്ലെങ്കിൽ അതുപോലത്തെ ഫാസ്റ്റ് ഡ്രിങ്ക്സുകൾ ഒരുപാട് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഞാനൊരു എക്സാമ്പിൾ പറയാൻ വേണ്ടി മാത്രം പറഞ്ഞു. ഈ ഫാബ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ കഫീനാണ്, ഒരു രീതിയിലുള്ള സിന്തറ്റിക് ആഡറല്ല. നാച്ചുറൽ കഫീൻ മിക്ക ഡ്രിങ്ക്സിലും, നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സിലും അടങ്ങിയിരിക്കുന്ന സിന്തറ്റിക് കഫീനാണ്. ഇത് നാച്ചുറൽ കഫീനാണ്. നമ്മുടെ വൈറ്റമിൻ B6, B12 ഒക്കെയുള്ള വൈറ്റമിൻ B ഏറ്റവും കൂടുതലുള്ളതാണ്. ആക്ച്വലി ഈ ഒരു പ്രൊഡക്റ്റ് കമ്പനി നേരിട്ട് മാനുഫാക്ചർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇത്രയും ബെസ്റ്റ് ക്വാളിറ്റി കമ്പനി കൊടുക്കാൻ സാധിക്കുന്നത്. നിങ്ങൾക്കിത് നന്നായിട്ട് നല്ല ഹെവി ഫുഡ് കഴിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എനർജിക്കൊക്കെ ബെസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ്. ഞാനിത് പറയാൻ കാരണം ഈ പ്രൊഡക്റ്റ് നേരിട്ടാണ് കമ്പനി മാനുഫാക്ചറിംഗ് ഉൽപ്പാദനങ്ങളോട്ട് എത്തിക്കുന്നത്. എങ്ങനെ? നമ്മളെപ്പോലുള്ള ഓൺടർപ്രണേഴ്സ് വഴി. ഇപ്പൊ ഞാൻ ഓൺടർപ്രണേഴ്സ് വഴി എന്ന് പറയുമ്പോൾ ഞാനൊരു സെയിൽസ്മാൻ അല്ലേ തന്നെ, പക്ഷേ ഈ കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്ത് ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പൊ സ്വാഭാവികമായിട്ട് വലിയ ബിസിനസ് ഇറക്കുമ്പോൾ വലിയ പ്രോഫിറ്റ് വരാണ്. ഇതെനിക്ക് വീട് വീടാതെ കയറി ഇറന്ന് വിൽക്കേണ്ട ആവശ്യമില്ല. അതിനെക്കുറിച്ച് ഇപ്പൊ ചിലവരെന്നോട് ചോദിക്കാറുണ്ട്, ഫോറെവർ ഒരു സെയിൽസ്മാൻ ആണോ, നമ്മളിവിടെ സെയിൽസ്മാൻ ചെയ്യണോ, സെയിൽസ് ആണോ സെയിൽസ്മാൻ ആണോ? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമെങ്കിൽ കമന്റ് ചെയ്യാൻ, ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ അടുത്തിടും. അപ്പൊ ഇത്രയും ബെസ്റ്റ് പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്ന കാരണം കൊണ്ടാണ് നമുക്ക് ഇത്രയും റേറ്റ് കുറവിനും ബെസ്റ്റ് ക്വാളിറ്റി ഉൽപ്പന്നം ചെയ്യാൻ പറ്റുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ നെസ്കാഫെക്ക് ഇത് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളതുകൊണ്ട് ഇതിന് എന്റെ ആവശ്യമില്ല. പക്ഷെ ഫോറെവറിനെ സംബന്ധിച്ച് നേരിട്ട് ഉൽപാദനം ചെയ്യുന്നതുകൊണ്ട് ഇത് ഈ പ്രൊമോട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യുന്ന, ഈ കമ്പനി പ്രൊമോട്ട് ചെയ്യുന്ന, ഈ ഓപ്പർച്യൂണിറ്റി പ്രൊമോട്ട് ചെയ്യുന്ന നമ്മളെ പോലുള്ള ഓൺടർപ്രണേഴ്സിന് ഹ്യൂജ് പ്രോഫിറ്റ് കമ്പനി തരുന്നു. ഇതാണ് ഡയറക്ട് സെല്ലിംഗിന്റെ പ്രത്യേകത. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത് എന്താണ്, എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഫോറെവറിനെ കുറിച്ച് അറിയണമെങ്കിൽ ഫോറെവറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ ചോദിച്ചു നോക്കുക, സക്സസ്ഫുൾ ആയ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു നോക്കുക, എന്തൊക്കെ രീതികളാണ് അവർ സക്സസ്ഫുൾ ആയെന്ന് നിങ്ങൾ പറയാൻ സാധിക്കും. സോ ഓൾ ദ ബെസ്റ്റ്. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.